സ്നാക്സ് വെച്ചിട്ടാണ്. പേരൊന്നും അറിയാത്ത സ്നാക്സാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഇതിനെന്തെങ്കിലും കുറ്റമോ കുറവുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രഞ്ജിനിമാരുടെ വൈറൽ ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെറുനാരങ്ങ എല്ലാ ഫേസിനും പറ്റത്തില്ല, എല്ലാ സ്കിന്നിനും പറ്റത്തില്ല, അത് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹണി യൂസ് ചെയ്യാമെന്ന് മാഡം എനിക്ക് കമൻറ്റായിട്ട് അറിയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാനത് പോസ്റ്റ് ചെയ്ത് പിറ്റേന്ന് നിന്ന് നോക്കുമ്പോൾ മാഡം എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ആകെ ഞെട്ടിത്തെറിച്ചു പോയി. എന്താ വെച്ചാൽ ഞാൻ ഇപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ജൂൺ 11 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുവരെയായിട്ടും വലിയ റീച്ചോ കാര്യങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. ആകെ കുറച്ച് സബ്സ്ക്രൈബറും വല്ലപ്പോഴൊക്കെ വ്യൂവേഴ്സും ലൈക്കും കുറവാണ്. അപ്പം മാഡം നമ്മുടെ വീഡിയോ ഒക്കെ കാണുകയെന്ന് പറഞ്ഞാൽ അതൊരുതല്ലേ. അപ്പം വീഡിയോയിലോട്ട് പോകാം, ഞാൻ തെറിയിപ്പിക്കുന്നില്ല. റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഇതൊരു 3/4 കിലോ പഴം ഉണ്ടോ, അമൃതം പൊടി വേണം, വേണം നെയ്യ് വേണം കേട്ടോ, എന്തായാലും പഴം എന്തായാലും വേണം. ഇച്ചിരി ശർക്കര പാനി, കുറച്ച് വെള്ളത്തിൽ ശർക്കര പാനി വയ്ക്കുന്നത്, ഇച്ചിരി മൈദ. ഇനി പഴം ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം. പഴം തൊലി കളഞ്ഞിട്ട് മിക്സിയിലടിക്കുക. കൈകൊണ്ട് ഞോണ്ടിയാൽ മതി, പക്ഷേ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് എല്ലാം അടുത്തും സ്മാഷായി കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ. പഴം ഇത്രയും ഒന്ന് അടിച്ച് വെക്കുക. ഇത് 2 തട്ടായിട്ട് വേണം. ഇത്ര എന്തായാലും പഴം വേണം. പഴം കൂടുതലിട്ടെങ്കിൽ ടേസ്റ്റ് ഉള്ളപ്പോൾ പഴം ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക. ഇനി അഥവാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പാനി മാത്രം ഒഴിച്ചാൽ മതി, വെള്ളം ഒട്ടും ചേർക്കരുത്. എന്തായാലും ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, വെള്ളം ചേർക്കേണ്ട ആവശ്യം തന്നെ വന്നിട്ടില്ല. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പേസ്റ്റായിട്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ അരച്ചെടുക്കാം. നമുക്കിത് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തവണയും കൂടി ഇതേപോലെ അടിച്ചെടുക്കാം. വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളം ചേർക്കാതെയാണ് അടിക്കുന്നത്. അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് വെണ്ണീർ പൂവനാണ് കേട്ടോ, മൈസൂരല്ല, വെണ്ണീർ പൂവൻ. ഇതിൽ വെള്ളമോ ശർക്കര പാനി ഒന്നും ഒഴിച്ചിട്ടില്ല. ആദ്യം അടിച്ചത് അതുപോലെ ഇതും അടിച്ചെടുക്കാം കേട്ടോ. വെച്ചിട്ടുണ്ട്. ഇനി ഇതും പാത്രത്തിലേക്ക് റെഡിയാക്കി ഇനി അടുത്ത പൊടികളൊക്കെ ചേർത്ത് നോക്കാം. വീട്ടിലെ പൊടി ചേർത്ത് കൊടുക്കാം. മൈദ ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഇട്ടോളൂ നിങ്ങൾ. ഞാനൊരു 4 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിലാണ് എടുക്കുന്നത് മൈദ. അത് കഴിഞ്ഞിട്ട് അമ്പതപ്പൊടി ഓൾറെഡി സ്വീറ്റാണ്, അത് നോക്കിയിട്ട് വേണം ശർക്കര പാനി ഇടാൻ. ഇട്ടിട്ടുണ്ട് ശർക്കര പാനി ഒരു കുമ്പ്. ആയിട്ട് കൈ വെച്ചിട്ടാട്ടോ ഞൗണ്ടേണ്ടത്. കൈ വെച്ച് ഇങ്ങനെ ഞൗണ്ടി കൊടുക്കും. കുമ്പിളോണ്ട് ഉടച്ചാൽ ശരിക്കായി കിട്ടത്തില്ല. നമ്മൾ കൈ വെച്ച് ഞൗണ്ടണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് മിക്സ് ചെയ്യാം. അമൃതപ്പൊടി ഇടുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ്. ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. സാധാ കായപ്പത്തിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പൊടി കൂടി ഇട്ടു കേട്ടോ, 2 കുമ്പിള പൊടിയും കൂടി മൈദ ഇട്ടു. അമൃതം പൊടി ഓവർ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി പഴത്തിന് നല്ല മധുരമുള്ളത്, അതുകൊണ്ട് തന്നെ ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ശർക്കര പാനി ഒഴിക്കുക കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ, ഓവർ ടൈറ്റ് ആവണ്ട. ഞാൻ ഒരു ഇച്ചിരി പൊടി കൂടി ഇട്ട് മധുരത്തിൻ്റെ ഇച്ചിരി കുറവ് പോലെ തോന്നി. ശർക്കര പാനി ലേശം ഒഴിക്കാം. ഓവർ ലൂസും വേണ്ട, ഓവർ കട്ടിയും വേണ്ട കേട്ടോ, മീഡിയം. ഓവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടിയല്ലേ ഉണ്ടാകത്തുള്ളൂ, ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യും. അത്രയും പഴട്ടുണ്ട്, പഴത്തിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടും കേട്ടോ. ഓക്കെ, ഇത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ചട്ടി വെച്ച് ചൂടാൻ നോക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഇത്രയും മതി കേട്ടോ. ഓയിലൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഓയിലാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം നല്ല വിലയുണ്ട് ഗൈസ്. അതുകൊണ്ട് പൊരി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ചെറിയ ഉണ്ടയാക്കുന്നത് എന്താണെന്നറിയോ, വേഗം വെന്ത് കിട്ടും. മറ്റാകുമ്പോൾ ഉള്ളു വേവില്ല. നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിലാക്കണം കേട്ടോ. മീഡിയമിലാക്കണം, സിമ്മല്ല മീഡിയം. കറി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ആവട്ടെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മീഡിയത്തിലാക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് വെക്കാം. ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മറിച്ചിടാൻ പറ്റുമോ എന്നുണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാണ്ട് അടി കരിഞ്ഞോ മൂൾ ഭാഗമൊന്നും ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് കേട്ടോ നമുക്ക് ഓവർ വേവിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ മറ്റേതാകുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇത് ചെറുതാവുമ്പോൾ എന്താണെന്നറിയോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അമൃതം പൊടി വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടില്ല എങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. എന്നുവെച്ചാൽ മധുരമുള്ളത് ഓൾറെഡി അമൃതം പൊടിയിൽ മധുരമുള്ളതാണ്. അതിൻ്റെ കൂടെ ഇത്തിരി ശർക്കര പാൻ വെച്ചാൽ ഓൾറെഡി നല്ല പഴത്തിന് നല്ല മധുരമുള്ളത്. ഒരു ബ്രൗൺ കളറാവട്ടെ, ചെറിയൊരു ഗോൾഡൻ. അത് സിമ്പിളായതുകൊണ്ടാട്ടോ കുറച്ച് സമയം എടുക്കും. അയ്യോ, തെറിച്ച് പോയി ഗൈസ്. കുറച്ച് നേരം വെച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തീ കൂട്ടാം. എന്താ വെച്ചാൽ ഉള്ളു വെന്ത് കാണുമല്ലോ. കപ്പടക്കോല് വെച്ചിട്ട് നമ്മൾ ഉള്ളു കുത്തി നോക്കും. അതിന് ശേഷം മാത്രം എടുക്കുള്ളൂ. ഉള്ളു വെന്തില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ. ഒരു ഗോൾഡൻ യെല്ലോ കളറായിട്ടുണ്ട്. ഒന്നുകൂടി ഒന്നാവും. ശർക്കര പാനിയൊക്കെ ചേർത്തതുകൊണ്ട് ചെറിയൊരു മധുരം ടേസ്റ്റ് ഉണ്ടായിരിക്കും ഗൈസ്. ഏറെക്കുറെ ആയിട്ടുണ്ട് ഗൈസ്. നമുക്കതൊന്ന് കുത്തി നോക്കാം. ഉള്ളിച്ചിരി വേവാനുണ്ട് ഗൈസ്. ഒന്നുകൂടി ഒന്ന് വേണ്ട കേട്ടോ. ആവട്ടെ. ഉണ്ട് കേട്ടോ. പോരാ, 2 വെച്ച് പോരാ, അല്ലെങ്കിൽ എന്തായാലും ഒന്നാകെ ചപ്പും. ഈ അമൃതം പൊടിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു അവർ കഴിച്ചു. എൻ്റെ മോൾ അമൃതം പൊടി കഴിക്കത്തില്ല. അവർക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ കായ്പെന്ന് പറഞ്ഞാൽ പറ്റിക്കാലോ. ഇനി അടുത്തത് നമുക്ക് ഇടാം. സിമ്മിലാക്കിയതിന് ശേഷം ചെറുതാക്കി ഇടാൻ നോക്കട്ടോ. വലുതായി കഴിഞ്ഞാൽ ഇല്ല, വെന്ത് കിട്ടത്തില്ല. ഉള്ളു വരത്തില്ല, പുറമെ ഇങ്ങനെ കരിഞ്ഞ് കിടക്കും. കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഉള്ളൊന്നും കൊള്ളത്തില്ല, പൊള്ളായിരിക്കും. അതുകൊണ്ട് കുഞ്ഞതാണെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരിക്കും, പെട്ടെന്ന് വന്ന് കിട്ടും. ഒന്നും കൂടി ഒന്നാവട്ടെ. ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ജോനെടുക്കാം കേട്ടോ. നേരത്തെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അയ്യോ,
ഓക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കഴിച്ച് കാണിച്ചു തരാവേ. ഇത് പഴം കൂടുതലിട്ടോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പോകാതെ സാധാരണ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അമൃതം പൊടിയും കൂടി വരുമ്പോൾ അതിനോട് ഒരു ഫ്ലേവർ അതിൽ കിട്ടുന്നുണ്ട്. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാധാ ടൈപ്പിൽ തന്നെ സാധനം, പക്ഷെ അത്രയും വേണ്ട. ഞാൻ സിമ്പിൾ ടൈപ്പിലല്ല ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 4 ആണി ശർക്കരയുടെ പാനി ഒരു ചെറിയൊരു 2 കുമ്പിൾ വെള്ളത്തിലാക്കിയിട്ടാണ് പാനിയാക്കിയത്. അതിൻ്റെ ഒരു പാനി കുറച്ചെടുത്തിട്ടുള്ളൂ, ഒരു കുമ്പിളേ എടുത്തുള്ളൂ. അത് അത്രയൊന്നും വേണ്ട, നമ്മളൊരു കുറച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മതി.